നമസ്കാരം, ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ കക്കാട് ലോറിയിടിച്ച് കാൽനടയാത്രക്കാരന് പരിക്ക്. കക്കാട് സ്വദേശി നജീബിനാണ് പരിക്കേറ്റത്. കുറ്റിപ്പുറത്ത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ആട്ടപ്പൊടി പാക്കറ്റിൽ ജീവനുള്ള പുഴുക്കളെ കണ്ടെത്തി. കൊളക്കാട് മാനുകുട്ടിപ്പടി പാടത്തുപീടിയേക്കൽ മുഹമ്മദ് റാഫിയുടെ വീട്ടിലേക്ക് കുറ്റിപ്പുറം പഞ്ചായത്തിലെ അത്താണിയിലുള്ള 159 നമ്പർ റേഷൻ കടയിൽ നിന്ന് നവംബർ 7 വാങ്ങിയ പാക്കറ്റിലാണ് പുഴുക്കളെ കണ്ടെത്തിയത്. മലയോര ഹൈവേ ചോക്കാട് അങ്ങാടി ഭാഗത്ത് നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. 12 മീറ്റർ വീതിയിലാണ് നിലവിൽ റോഡിന്റെ അലൈൻമെന്റ്. എന്നാൽ പൂക്കോട്ടുംപാടം അങ്ങാടി മാതൃകയിൽ ചോക്കാട് അങ്ങാടിയിൽ 15 മീറ്റർ വീതി വേണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ചങ്ങരംകുളത്ത് തകർന്ന ചെറുവല്ലൂർ തെക്കേക്കെട്ട് ബണ്ട് ഉടൻ നിർമ്മാണം പൂർത്തീകരിച്ച് കൃഷി ആരംഭിക്കാൻ സൗകര്യമൊരുക്കുമെന്ന അധികൃതരുടെ വാക്ക് നടപ്പാകുന്നില്ല. നിർമ്മാണം വൈകുന്ന പക്ഷം 120 ഏക്കർ കൃഷിയിടം തരിശിടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. കഴിഞ്ഞയാഴ്ചയാണ് ബണ്ട് തകർന്നത്. പെരിന്തൽമണ്ണ നഗരത്തിലെ വിദ്യാർത്ഥികളെല്ലാം ഇനി നീന്തും. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും നീന്തൽ പരിശീലിപ്പിക്കുന്നതിനായി നഗരസഭ നടപ്പാക്കിയ ജലതരംഗം പദ്ധതി നഗരസഭാ അധ്യക്ഷൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. ചേളാരി GVHSSൽ 5 വർഷം മുൻപ് രാഷ്ട്രീയ വടംവലിക്കപ്പെട്ട് തടസ്സപ്പെട്ട ഹയർ സെക്കൻഡറി കെട്ടിട നിർമ്മാണം സ്കൂൾ വളപ്പിൽ മറ്റൊരു സ്ഥലത്ത് പുനരാരംഭിക്കാനായി കുഴിയെടുപ്പ് തുടങ്ങി. 2.85 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. തിരൂർ പഴമ്പാലം പാലം 2 ആഴ്ചയ്ക്കകം തുറന്നു കൊടുക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. തിരൂർ പുഴയിൽ നിർമ്മിക്കുന്ന കോട്ടിലത്തറ പാലത്തിന്റെ ടെൻഡർ ഇന്ന് തുറക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഷൊർണൂർ നിലമ്പൂർ രാത്രികാല ട്രെയിൻ ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന യാത്രക്കാരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 50ഓളം പേർക്കെതിരെ കേസ്. കഴിഞ്ഞ 13-ന് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വൈകിയതിനെ തുടർന്ന് അവസാന ട്രെയിൻ ലഭിക്കാതെ വന്നതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.